ഹലോ നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ബേവ്കോ LDC എന്ന് പറയുന്ന വരാൻ പോകുന്ന പരീക്ഷയ്ക്കും നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ പറ്റുമോ എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനും ബേവ്കോ LDCയുടെ നോട്ടിഫിക്കേഷനും നമുക്ക് ഈ വർഷം ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് അല്ലെ. രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 21-ലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന 2025 ലാസ്റ്റ് 2026 ഫസ്റ്റോട് കൂടിയിട്ട് ഈ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. പരീക്ഷ ഉടൻ തന്നെ കാണും. അപ്പോൾ എല്ലാവർക്കും ഇതിൽ ഏത് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോസ്റ്റ് മാത്രം മതി എന്നുള്ള രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് താല്പര്യപ്പെടുന്നവരുണ്ടാവാം. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയും അതുപോലെ ബേവ്കോ LDC വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബേവ്കോ LDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷനിലേക്ക് പോകുന്ന ജോലി വരുന്നതാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് കുറച്ച് നാളത്തെ നമ്മളുടെ ആ ഒരു പ്രവൃത്തി പരിചയം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കയറിയതിനു ശേഷം ഡിപ്പാർട്ട്മെന്റൽ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, അത് കയറിയിട്ട് മുന്നോട്ട് പോകാം. ഇനി ഈ ബേവ്കോ നമ്മൾ അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ നിന്നും നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത് വില്ലേജ് ഓഫീസർ VO പോസ്റ്റിലേക്കാണ് നമുക്കറിയാം. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമുക്ക് ഒരു അത്യാവശ്യം നല്ല വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രൊമോഷൻ സാധ്യതയിൽ നിന്ന് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ അത് നമ്മൾ കമ്പാരിറ്റീവ്ലി ബേവ്കോ നോക്കിക്കഴിഞ്ഞാൽ ബേവ്കോയിൽ നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2, അതുപോലെ അസിസ്റ്റന്റ്, പിന്നെ മാനേജർ, പിന്നെ നമുക്ക് ബിവ്ലെറ്റ് ഔട്ട്ലെറ്റ് മാനേജർ തുടങ്ങിയ പോസ്റ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത് രണ്ടും അതിന്റെ പ്രൊമോഷൻ സാധ്യതകളാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ 2021-ലാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, 2021-ലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിലാണ്, റവന്യൂ വകുപ്പിലേക്കാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിലേക്ക് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, അപേക്ഷ ക്ഷണിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ 30/11/2021-ലാണ് ഏതിന്റെ വന്നിട്ടുണ്ടായിരുന്നത്, നമുക്ക് ബേവ്കോ LDCയുടെ വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് 5/1/2022 ആയിരുന്നു അപേക്ഷിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് 2021 വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിയമനവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സിലബസ് എന്തായിരിക്കും, അതുപോലെ എങ്ങനെ പഠിക്കാം, ഏതൊക്കെ മേഖലകൾ ഫോക്കസ് ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. അതുപോലെ തന്നെ പ്രായപരിധി എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എങ്കിലും ആളുകൾ വന്ന് കമന്റ് ചെയ്യും, എടാ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി, ഈ 2025 നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ജനറൽ കാറ്റഗറി നിങ്ങൾക്ക് 36 വയസ്സായോ അപേക്ഷിക്കാം, OBC കാറ്റഗറി 39 വയസ്സാണോ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ബിവറേജസ് കോർപ്പറേഷനിൽ നമ്മൾ പറഞ്ഞു LD ആയിരുന്നു നമുക്ക് വരുന്നത് അല്ലെ, LD ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ 2021 നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ. 2022 നമുക്ക് എക്സാം കഴിഞ്ഞ് നമുക്ക് 2026 ലാസ്റ്റോടെ കൂടിയുമ്പോഴത്തേക്ക് എന്താണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പുതിയത് PSCക്ക് ഇടണം. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം, 2026-ലെങ്കിലും നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഇട്ടാലല്ലേ ആ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PSCക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് രണ്ടുമാണ് നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും ബേവ്കോ LDCക്കും കമ്പയർ ചെയ്ത് ഏതിന് നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എന്താണ്, 10th ലെവൽ എക്സാം ആണ് അല്ലെ. നമുക്കിത് 10th ലെവൽ എക്സാം ആണ്. ഇത് ഞാനിപ്പോൾ ബൈ ട്രാൻസ്ഫറിന്റെ ആണ് ജസ്റ്റ് എടുത്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ ഇതെല്ലാം സെയിം ഇയറിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, കാറ്റഗറി നമ്പർ മാത്രമാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 10th ലെവല്, അപ്പൊ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് GK, മാത്സ് ഒക്കെ, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം സെയിം തന്നെയായിരിക്കും നമ്മുടെ ബേവ്കോ ആണെങ്കിലും അതുപോലെ തന്നെ VFA ആണെങ്കിലും. ഇനി മാറാൻ സാധ്യത മാത്രമാണ് പറയുന്നത്, ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് PSC ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് കുറച്ച് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ
അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇപ്പൊ പരീക്ഷ നടക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് അതിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇടുമായിരുന്നു. പക്ഷേ ഇത്തവണ എക്സാമിനകത്ത് ഒരൊറ്റ എക്സാം ആയിട്ട് ഒരൊറ്റ മെയിൻസ് എക്സാം ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്, നടക്കാൻ പോകുന്നത്. മാത്രമല്ല അതിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും അതിൽ അഡീഷണൽ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ടും പറയാം. അതായത് നിങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സെയിം അല്ലേ, നിങ്ങൾ ഏതൊരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഇംഗ്ലീഷ് അവിടെ ടോപ്പിക്സ് സെയിം ആണ്, മലയാളം സെയിം ആണ്. കേരള ജോഗ്രഫി മാറാൻ പോകുന്നില്ല. ജോഗ്രഫിയില് നമ്മൾ എന്താണ് കേരളത്തിലെ ജില്ലകള്, ഗതാഗതം, അതുപോലെ തന്നെ കേരള ഭൂപ്രകൃതി, അതിപ്പോ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാലും സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചെറിയ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ തീരപ്രദേശമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫാക്ട്സ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കേണ്ടത് കറണ്ട് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. കറണ്ട് അഫേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം. ഏറ്റവും കൂടുതൽ മാർക്കിൽ PSC പുതിയ സിലബസ് ഒക്കെ വെച്ച് വന്ന സമയത്ത് മാർക്കിന്റെ അപ്ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിനും നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്താൽ തന്നെ, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ തന്നെ മറ്റൊന്നും നിങ്ങൾക്ക് കിട്ടിക്കോളും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് SSCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന് കൂടി എന്ത് ചെയ്യണം, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, നാളെ പഠിക്കാം, ഇന്ന് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ശുദ്ധ മണ്ടത്തരം എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് നമുക്ക് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരുന്നാൽ നിങ്ങളുടെ ആ ഒരു ടൈം പോകണം. ഇപ്പോൾ ഓൾറെഡി കുട്ടികൾ പഠനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അക്കാഡമി തന്നെയാണെങ്കിൽ 100-ലധികം കുട്ടികളാണ് നമുക്ക് ഈ ഓരോ കോഴ്സിന്, ഓരോ മെന്റേഴ്സിന്റെ അണ്ടറിൽ ഓരോ മേഖലയിലും പഠനം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് നേരത്തെ, അതായത് 1 ഇയർ നിങ്ങളുടെ മുന്നിൽ കിട്ടുവാണെങ്കിൽ ഒരു 6-7 മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം റിവിഷൻസ് ചെയ്യുക, മാക്സിമം MCQs ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്നത് മറ്റുള്ള അക്കാഡമിയിൽ നിന്ന് നമ്മൾ ഓരോ ഡേയിലും നിങ്ങൾക്ക് ഒരു ദിവസം 3 ടോപ്പിക്ക്, അതിന്റെ എക്സാം, അതിന്റെ PDF നോട്ട്സ്, Day 2 അതുപോലെ, Day 3 അതുപോലെ, അങ്ങനെ ഓരോ ഡേയ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം നടത്തുന്നുണ്ട്. പോരാത്തതിന് നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് നമ്മൾ നൽകുന്നുണ്ട്. ഈ 2 എക്സാമിനും ഒരുമിച്ച് നിങ്ങളെ ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ബേവ്കോ LDCക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക്, അതായത് ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റത് കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ രണ്ടിനും ഒരുമിച്ച് നമ്മളോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തയ്യാറെടുക്കാം. കൂടുതൽ അറിയാനായി ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനാണെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി AZB അക്കാഡമി പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അവിടെ താഴെ സ്റ്റോറിൽ നിങ്ങൾക്ക് കോഴ്സ്, ഏത് കോഴ്സാണോ, നിങ്ങൾക്ക് 10th ലെവൽ പ്രയാണം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾ ഈ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെന്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഫോം, നമ്മൾ ഇതിന് വീഡിയോയുടെ തൊട്ട് താഴെ ഗൂഗിൾ ഫോം വെക്കുന്നുണ്ട്, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.